ഇവിടെ ചെയ്യാൻ പോകുന്നത് വീടുകളിൽ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കുന്നത്. ഹോട്ടലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് നമ്മൾ വീടുകളിലൊക്കെ മീൻകറി തയ്യാറാക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു ഉരുളി വെച്ചു. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അത് ചൂടാകുന്നതനുസരിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു പിടി, അതായത് നമ്മൾ ഒരു സ്പൂണ് ഉലുവ നമ്മൾ ചേർത്ത് കൊടുത്തു. അതൊന്ന് ചൂടായിട്ട് ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ ഉലുവ നമ്മുടെ നല്ലതുപോലെ പൊട്ടിയിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്തു. ആ കറിവേപ്പില ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി, നീളത്തിലരിച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി നടുവേ പുളന്നതാണ് കേട്ടോ. പിന്നെ ഒരര സബോള നമ്മൾ നല്ലതുപോലെ നീളത്തിൽ അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതിനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ വലിയ ഹൈ ലെവലിലോ തേങ്ങ അരച്ചതോ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെയുള്ള പച്ചമുളകിൻ്റെ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ എരിവിന് നമ്മൾ പച്ചമുളകും ചേർത്തിട്ടില്ല, കുരുമുളകും ഒന്നും നമ്മൾ ചേർക്കാതെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീടുകളിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന റെസിപ്പിയാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റട്ടെ. നമ്മളെ സവോളയൊക്കെ അത്യാവശ്യം കുറച്ച് മൂത്ത് വന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ രണ്ട് കൊടംപുളി നല്ല വെള്ളത്തിൽ കഴുകി നല്ലതുപോലെ കഴുകിയിട്ട് ആ കൊടംപുളി ആ സവോളയുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് അതും കൂടെ ചേർത്ത് നമ്മൾ ആ സവോളയും ഒന്ന് വഴറ്റിയെടുക്കാൻ പോകണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പുളിയുടെ ആ ചുവ മാറിക്കിട്ടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വീടുകളിൽ മാത്രം ചെയ്യുന്ന ഒരു രീതിയാണിത്. അപ്പം അവനെ നല്ലപോലെ ഒന്ന് ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ബ്രൗൺ ആയി വരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ലതുപോലെ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിയും സവോളയും വെളുത്തുള്ളിയും ആ പറയുന്ന കൊടംപുളിയും എല്ലാം കൂടെ നമ്മൾ ആ സൺഫ്ലവർ ഓയിലിനകത്തേക്ക് എല്ലാ ചേരുവകളും ഇങ്ങനെ കൂട്ടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഈ കൊടംപുളിയൊക്കെ ഈ ഓയിലിനകത്ത് കിടന്ന് വറുത്ത് കഴിയുമ്പോൾ അതിന് വേറെ രുചിയായിരിക്കും. അത് വീടുകളിലെ ടെക്നിക്കാണ് കേട്ടോ. അത് നമ്മൾ ഹോട്ടലിലൊന്നും ഇങ്ങനെ ചെയ്യാറില്ലത്. അപ്പം ഈ ഒരു രീതി നമ്മൾ വെച്ചിരിക്കുന്നത്, നമ്മളതിനകത്തേക്ക് മസാല ഇടാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ബ്രൗണായി വന്നു കഴിയുമ്പം നമുക്ക് ആവശ്യത്തിന് നമുക്ക് എരിവും അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളതിനകത്ത് പച്ചമുളകോ കുരുമുളക് പൊടിയോ ഒന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല. അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്.
നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം അത് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇവനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. കണ്ടോ ആ രീതി കണ്ടോ, എൻ്റെ പ്രത്യേക രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. വീടുകളിൽ മാത്രം ചെയ്യുന്ന രീതിയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നമ്മൾ തക്കാളി പേസ്റ്റ്, അങ്ങനെ തക്കാളി സ്ലൈസ് ഇതൊന്നും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. മീൻകറി എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ഒരു പക്ക നാടൻ രീതി, പക്ക വീടുകളിൽ കിട്ടുന്ന രീതിയാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുടുംബമാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനിതിങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നല്ല രുചിയുള്ളൊരു ഐറ്റമാണ്, ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചൊരു ഐറ്റമാണ്. അപ്പോൾ നല്ലതുപോലെ ആ ഓയിലിനകത്ത്, സൺഫ്ലവർ ഓയിലിനകത്ത് അത് നല്ലപോലെ റോസ്റ്റായതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന രീതിയും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. പ്രത്യേക രസമാണ് ആ വൈഫ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന രീതി. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കും, വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കും. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങളതിപ്പം കാണാൻ പോവുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു അതൊന്ന് മിക്സാക്കി, എനിക്കൊന്ന് കട്ട കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കേട്ടോ. ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാം അതിന് തീ കൂട്ടി വെച്ചു. ഇനി മൊത്തം വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യം നമ്മൾ എത്രത്തോളം 1 കിലോ അടുത്ത് മീനുണ്ട്, നമ്മൾ 1/2 കിലോയോളം മീൻ നമ്മളിതിനകത്ത് ഇടുന്നുണ്ട്. നമ്മൾ ആ വെള്ളം മൊത്തം നമ്മൾ ചേർത്ത് കൊടുത്തു കണ്ടോ. വെള്ളം ചേർത്ത് എല്ലാം നല്ലതുപോലെ മിക്സാക്കി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അത് വൈഫ് അത് മൂടി വെക്കാൻ പോകുമെന്നാണ് തോന്നുന്നത്. അപ്പം വെള്ളം എല്ലാം കണ്ടോ, അത് നിറഞ്ഞേ കണ്ടോ. അപ്പം ഇതിലേക്ക് ഇനി ഉപ്പും ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി. ഇനി നമ്മളത് മൂടി വെച്ചൊന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ. മൂടി വെച്ച് തിളപ്പിച്ചു. നമ്മൾ നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ കണ്ടോ മൂടി വെച്ച് തിളപ്പിച്ചു. അതിന് മൂടിയെടുത്ത് മാറ്റി നമ്മൾ ആവശ്യത്തിന് മീൻ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. ഞാൻ എടുത്തിരിക്കുന്ന 1/2 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, കണ്ണി അയല. അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമ്മുടെ വീടുകളിലൊക്കെ അമ്മച്ചിമാരൊക്കെ ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഫിഷ് മുളകിട്ട കറിയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അധികം ചേരുവകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. തേങ്ങ നമ്മൾ ഉപയോഗിക്കുന്നില്ല, പച്ചമുളക് ഉപയോഗിക്കുന്നില്ല. എരിവിന് നമ്മൾ മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നല്ല എരിവും പുളിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂറോളം ഈ മീൻ ഇങ്ങനെ വെക്കണം. എന്നിട്ടേ നിങ്ങൾ ഈ മീൻ കഴിക്കാവുള്ളൂ. ഓക്കെ, ഇന്ന് രാത്രി ഉണ്ടാക്കണം, നാളെ രാവിലെ നിങ്ങൾ ഉപയോഗിച്ചാൽ ഈ സാധനം വടിച്ചു പോകത്തില്ല. എന്നാന്ന് ചോദിച്ചിട്ട് പുളിയുള്ള ഐറ്റം എന്ന് പറയുന്നത് തക്കാളിയോ പച്ചമുളകോ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഉള്ളി, കൊട്ടൻപുള്ളി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. തക്കാളിയൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മൾ നാളത്തേക്ക് എടുക്കുമ്പം ചിലപ്പം നല്ലതുപോലെ ആ പച്ചപ്പ് പോയില്ലെങ്കിൽ അത് വളിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വളിച്ചു പോകത്തില്ല. അപ്പോൾ നമ്മളൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇതുകൊണ്ടോ ഇതിൻ്റെ കൂടി ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയാണ്ട് ഇട്ട് മൂടി വെച്ച് ഒന്നും കൂടെ തിളപ്പിക്കണം. അപ്പോൾ എന്താ ഒരു പ്രത്യേകത ആ മീൻ കറിക്ക് വരുന്നുണ്ട്. അതാണ് വൈഫിൻ്റെ ഒരു ടെക്നിക്കൽ മസാലയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കറിവേപ്പില ഇട്ട് അതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കറി വെച്ചതിന് ശേഷമാണ് ഫിനിഷിങ് ടൈമിലാണ് നമ്മൾ ഈ കറിവേപ്പിലയും ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത്. അതായത് നോക്കി ആ മീൻ ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു, അതിനുശേഷം അത് മൂടി വെച്ച് വീണ്ടും തിളപ്പിച്ചു. അത് മൂടി എടുത്ത് മാറ്റാൻ പോവാണ് കേട്ടോ. കൈപ്പൊള്ളി ഒന്നും മാറ്റാതെ. അപ്പം നമ്മുടെ വീടുകളിലെ മീൻ കറി, മീൻ മുളകിട്ട് റെഡിയായിട്ടുണ്ട്. ഇതിനകത്തേക്ക് തേങ്ങാ പേസ്റ്റ് ചേർത്താലും ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. കാരണം ഇതിനകത്ത് വെച്ചാൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങാ പേസ്റ്റ് അരച്ച് ചേർത്താലും നല്ല മീൻ കറി ആയിരിക്കും. ഞാൻ കഴിച്ചു, നല്ല രുചിയുള്ളൊരു ഐറ്റമാണ്. അപ്പം ഇന്നത്തെ മീൻ കറി നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്കിനി അതങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ വീടുകളിലെ സിമ്പിൾ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഓഫ് ചെയ്തു.
കണ്ടോ നമ്മൾ മീൻ കറി കണ്ടാൽ തന്നെ ഭംഗിയില്ല. കണ്ടോ, അടിപൊളി മീൻ കറിയാണ്. നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായിട്ടും